നമസ്കാരം. മൊബൈലിൽ റേഞ്ച് ഇല്ലാത്തതും ഇന്റർനെറ്റ് വേഗത ഇല്ലാത്തതും പലതവണ പരാതി പറഞ്ഞിട്ടും പരിഹാരമായില്ല. ഒടുവിൽ സ്വകാര്യ ടെലികോം കമ്പനിക്കെതിരെ നിയമ പോരാട്ടം നടത്തി വിജയിച്ചിരിക്കുകയാണ് മലപ്പുറം കോഡൂർ സ്വദേശി എം.ടി. മുർഷിദ്. ജിയോയ്ക്കെതിരെയായിരുന്നു മുർഷിദിന്റെ നിയമ പോരാട്ടം. കമ്പനി വാഗ്ദാന പ്രകാരം 5G ലഭിക്കുമെന്നാണെങ്കിലും ഇന്റർനെറ്റ് വേഗതയില്ലാത്തത് കാരണം യൂട്യൂബർ കൂടിയായ മുർഷിദിന് യൂട്യൂബിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലും വീഡിയോ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പ്രയാസം നേരിട്ടു. ഇതിനെതിരെ നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. 229ന്റെ പ്ലാൻ ആയിരുന്നു ആദ്യം ചെയ്തത്. പിന്നീട് അത് 349 രൂപയാക്കി നിരക്ക് കമ്പനി ഉയർത്തിയെങ്കിലും സേവനത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല. ഇതിനെ തുടർന്നാണ് മേൽ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് പൊതുപ്രവർത്തകനും സ്വകാര്യ സ്കൂൾ അധ്യാപകനുമായ എം.ടി. മുർഷിദ് ഒരു വർഷം മുമ്പ് ജില്ലാ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. നമ്മുടെ നാട്ടില് കോഡൂർ ചോലക്കൽ പ്രദേശത്തായിരുന്നു ഇന്റർനെറ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പ്രത്യേകമായി പറയുകയാണെങ്കിൽ ഞാൻ യൂട്യൂബും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ഈ സോഷ്യൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അടിസ്ഥാനത്തിൽ. അപ്പോൾ നിരന്തരമായി നമ്മൾ അവിടെ കോൺടാക്ട് ചെയ്യണം. നമ്മളിങ്ങനെ 5G ഇന്റർനെറ്റ് നമുക്ക് നാട്ടിൽ ലഭിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ അവരുടെ ഭാഗത്ത് കൃത്യമായി ജിയോന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ രീതിയിൽ ഒരു റെസ്പോൺസോ കാര്യങ്ങളോ കിട്ടുന്നില്ല. ഒരു ഏകദേശം 4-5 പ്രാവശ്യം അവരുടെ ഫോണിലൂടെയും അതുപോലെ തന്നെ അവരെ മലപ്പുറം ഓഫീസിലൊക്കെ നമ്മൾ കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നുണ്ട്. യാതൊരു റെസ്പോൺസും കിട്ടാത്ത അടിസ്ഥാനത്തിലാണ് ഞാൻ സ്വന്തമായ ഒരു രീതിയിൽ ഒരു തീരുമാനം എടുക്കുന്നത്. മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കോടതി കൺസ്യൂമർ കോടതിയിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തത്. അപ്പോൾ നമ്മളെ പല സുഹൃത്തുക്കളോടും ചോദിച്ചു ഇതിന്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണ് കംപ്ലൈന്റ് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ അവരൊക്കെ സഹായവും പിന്നെ അതുപോലെ ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെ സഹായങ്ങൾ കൊടുത്തു. ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വിഷയം നടക്കുന്നത്. അപ്പോൾ ആദ്യമായി നമ്മളൊരു പരാതി കംപ്ലൈന്റ് ഫയൽ ചെയ്ത സമയത്ത് അവർ കൃത്യമായ രീതിയിൽ മറുപടി ഫയൽ ചെയ്തു. അതിന്റെ ഇടയിൽ സംഭവിച്ചൊരു കേസ് എന്ന് പറഞ്ഞാൽ അവരുടെ ടീം നമ്മുടെ നാട്ടിലേക്ക് അന്വേഷണത്തിന്റെ ഭാഗമായി വന്നു. അവരെ ജിയോ ടീം നമ്മുടെ നാട്ടിൽ വന്ന് അന്വേഷണം നടത്തി. അവരെന്നെ പറഞ്ഞു ഇന്റർനെറ്റിന്റെ പ്രശ്നം നിങ്ങളുടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അതിൽ നമുക്ക് അവർ റിപ്പോർട്ട് കൊടുത്ത സമയത്ത് അവിടെ യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ കൃത്യമായ രീതിയിൽ ഈ വിഷയമായി വന്ന് നമുക്ക് എന്തായാലും ഉറപ്പുണ്ടായിരുന്നു അവർ കള്ളക്കണക്ക് അവർ കൊടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരെ ഫോൺ സംഭാഷണ രേഖ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫോൺ സംഭാഷണ രേഖ നമ്മൾ കോടതിയിൽ സമർപ്പിച്ചു. കോടതിയിൽ സമർപ്പിച്ച സമയത്ത് അവർക്ക് പിന്നെ യാതൊരു മറുപടികളോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല. നമ്മൾ ഈ വിഷയമായി പറയുകയാണെങ്കിൽ അതിന് ഞാൻ വക്കീലോ കാര്യങ്ങളൊന്നും വെച്ചിട്ട് ഞാൻ തന്നെ ആയിരുന്നു ഈ വിഷയമായി ബന്ധപ്പെട്ട് വാദിച്ചിട്ടുണ്ടായിരുന്നത്. അവർ എറണാകുളത്ത് നിന്ന് അവർ സ്വന്തം വക്കീലിനെ അവർ വെച്ചു. അവർ കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ വിഷയം കോടതിയെ ക്ലിയർ ആയ രീതിയിൽ പറഞ്ഞു. ഇവർ ആവശ്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നീട്ടി ഇങ്ങനെ കൊണ്ടുപോകാം. നമ്മൾ എങ്ങനെയെങ്കിലും കേസുമായി പിന്നോട്ട് പോകണമെന്ന് കരുതിയിട്ട്. പിന്നെ പല ആളുകളും എന്നോട് പറയാൻ തുടങ്ങി എന്തിനാ മുർഷിദ് ഇതിന്റെ ബാക്ക് നടക്കുന്നത്, ഈ കളിക്കുന്ന ആളെ സൂക്ഷിക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങി. പക്ഷെ നമ്മൾ പറയുന്നത് നമ്മളെ ഭാഗത്ത് നീതിയും ന്യായവും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു വിജയം ഉണ്ടാവുന്ന 100% ഉറപ്പാണ്. ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ മുന്നിട്ടിറങ്ങുന്നത്. നമ്മൾ പല വിഷയങ്ങളും ഇതുപോലെ ഇടപെടുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ കംപ്ലൈന്റ് ഫയൽ ചെയ്തു. കോടതിന്റെ ഭാഗത്ത് നല്ല രീതിയിൽ സപ്പോർട്ടുകൾ കാര്യങ്ങൾ കിട്ടി. നമ്മൾ കോടതിയിൽ ഒരു ദിവസം അവർ ഈ റിപ്പോർട്ട് കൊടുക്കാനൊക്കെ കുറെ വൈകിച്ചുകൊണ്ട് ഞാൻ ഒരു ദിവസം പറഞ്ഞു ഞങ്ങൾ സ്കൂളിൽ വർക്കുന്ന അധ്യാപകനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യമില്ലാത്ത രീതിയിൽ അവർ വിളിച്ചു വരുത്തുന്നുണ്ട്, എനിക്ക് നഷ്ടപരിഹാരമാണെന്ന് പറഞ്ഞു. ഒരു ദിവസം കോടതി എനിക്ക് 500 രൂപ അവരെ ഭാഗത്ത് നിന്ന് 500 രൂപ എനിക്ക് യാത്രാ ചെലവുള്ള അവരെ കയ്യിൽ നിന്ന് വേഗം തന്നു. പിന്നെ നിരന്തരമായ രീതിയിൽ നമ്മൾ പോരാട്ടങ്ങൾ അവർക്കെതിരെയുള്ള ഓരോ രേഖകളും അതുപോലെ തന്നെ ഓരോ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കൊടുത്തു. ഇത്ര റേഞ്ച് കിട്ടിയിട്ടില്ല എന്നും എത്ര നെറ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരെ വക്കീലിന് യാതൊരു മറുപടികളും പറയാനില്ല. അതിന്റെ അടിസ്ഥാനം സന്തോഷമായ ഒരു ഇതാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ മാസം 4-ാം തീയതിയാണ് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. ഓർഡറിൽ എന്താണ് ക്ലിയർ ആയിട്ടുള്ള കിട്ടിയില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് നമുക്ക് ഓർഡറിന്റെ കോപ്പി നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 15,000 രൂപ എനിക്ക് ഇതിന് നഷ്ടപരിഹാരവും അതുപോലെ തന്നെ എനിക്ക് ഈ കോടതി ചെലവിനുമായി ബന്ധപ്പെട്ട് 5,000 രൂപയും അതുപോലെ തന്നെ ഞാൻ റീചാർജ് ചെയ്തിട്ടുള്ള 349 രൂപ എനിക്ക് തിരിച്ചു നൽകുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ വളരെയധികം സന്തോഷപ്പെടുത്തുന്ന ഒരു വിധിയാണ് നമുക്ക് അനുകൂലമായി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാനുള്ള ഏറ്റവും ഗൗരവമുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വിഷയങ്ങളിൽ ഇടപെടുന്ന സമയത്ത് നമ്മളെല്ലാവരും പിന്നോട്ട് നിൽക്കുകയാണ്. നമ്മൾ കളിക്കുന്ന അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മളെ ഭാഗത്ത് നീതിയും ന്യായമുണ്ട്. നമ്മൾ അതിന് മുന്നോട്ട് പോകണം. വക്കീലന്മാർ ഉൾപ്പെടെ ഒരാളുടെയും സഹായമില്ലാതെ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ നഷ്ടപരിഹാരമായി 10,000 രൂപയും കോടതി ചെലവുകൾക്കായി 5,000 രൂപയും മൊബൈലിൽ റീചാർജ് ചെയ്ത 349 രൂപയും ഉൾപ്പെടെ 15,349 രൂപ ജിയോ കമ്പനി എം.ടി. മുർഷിദിന് നൽകണമെന്നാണ് ജില്ലാ ഉപഭോക്തൃ കോടതി വിധിച്ചത്.